കസ്റ്റഡി മർദ്ദനം സഭയിൽ ഉന്നയിക്കാൻ കാത്തിരിക്കുന്ന പ്രതിപക്ഷത്തെ രാഹുലിനെ വെച്ച് ഭരണപക്ഷം നേരിടാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. രാഹുൽ തിരുവനന്തപുരം വിട്ടു എന്നുള്ള സൂചനകൾ രാവിലെ നമ്മുടെ പ്രതിനിധികൾ നൽകുന്ന സാഹചര്യമുണ്ട്. ഏതായാലും സഭയിൽ ഇന്ന് കാര്യമായ ചർച്ചയുണ്ടാകുമെന്നും എന്താകും അടിയും തടയുമെന്നുള്ളതും കാത്തിരുന്നു കാണാം. ആദ്യം തലക്കെട്ടുകൾ. കസ്റ്റഡി മർദ്ദന പരാതികളിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ പ്രതിപക്ഷം. ആരോപണങ്ങൾ ഇന്ന് സഭയിൽ ഉന്നയിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർത്തി പ്രതിരോധിക്കാൻ ഭരണപക്ഷം. നിയമസഭയിൽ ഇന്ന് രാഹുൽ എത്തുമോ എന്നതും നിർണായകം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കാൻ സ്ക്രീനിംഗ്. സംഗമത്തിൽ 4000 പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. രജിസ്റ്റർ ചെയ്തവരിൽ തുടർച്ചയായി 3 തവണ ശബരിമല ദർശനം നടത്തിയവർക്ക് മുൻഗണന. അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിന് അതിരൂക്ഷ വിമർശനം. ഉച്ചകോടി ഇസ്രായേലിനുള്ള അതിശക്തമായ സന്ദേശമെന്ന് ഖത്തർ അമീർ. ഇനി ഖത്തറിൽ ആക്രമണം ഉണ്ടാകില്ലെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകിയതായി അമേരിക്ക. ഹമാസിന് സംരക്ഷണമില്ലെന്ന് മുന്നറിയിപ്പ്. ഏഷ്യ കപ്പ് ഹസ്ദാന വിവാദത്തിൽ പാകിസ്ഥാന് തിരിച്ചടി. മാച്ച് റഫറി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ICCയുടെ കണ്ടെത്തൽ. പാകിസ്ഥാന്റെ ബഹിഷ്കരണ ഭീഷണി തള്ളിയേക്കും. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ ഇന്നു മുതൽ. അമേരിക്കൻ സംഘം ഡൽഹിയിലെത്തി. വർദ്ധിപ്പിച്ച തീരുവ കുറയ്ക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ BJP. മാടായിയിലെ വാദിഹുദ സ്കൂളിലേക്ക് അല്പസമയത്തിനകം പ്രതിഷേധ മാർച്ച്. 3 ഏക്കർ സ്ഥലം ദേവസ്വം ഭൂമി കയ്യേറിയതായി ആരോപണം. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75ാം പിറന്നാൾ. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ചിത്രം പതിപ്പിച്ച 75 ഡ്രോണുകൾ വിന്യസിക്കാൻ ഒരുങ്ങി ഡൽഹി സർക്കാർ. ഡൽഹിയിലെ ത്യാഗരാജ സ്റ്റേഡിയത്തിലാണ് ഡ്രോണുകൾ വിന്യസിക്കുന്നതെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ പ്രത്യേക ഡ്രോണുകൾ വികസിപ്പിച്ചിരിക്കുകയാണ്. ഈ ഡ്രോണുകൾ പിന്നീട് ഡൽഹി പോലീസിന് കൈമാറുമെന്നും സർക്കാർ. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. ഇന്നലെ രാത്രിയാണ് പുലിയെ കണ്ടത്. പാറയിൽ വിശ്രമിക്കുന്നതും ശേഷം റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്ത്. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. ആഗോള അയ്യപ്പ സംഗമം ഈ മാസം 20-ന് പമ്പയിൽ. വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നു. ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ വേണം സംഗമം നടത്തേണ്ടതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഈ മാസം 21-ന് രാത്രി ശബരിമല നട അടയ്ക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടി ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് മുതൽ വിശദമായ വാദം കേൾക്കും. തുടർച്ചയായ 3 ദിവസം വാദം കേൾക്കാനാണ് തീരുമാനം. വാദം വേഗത്തിലാക്കണമെന്ന് SFIO ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം CMRL അഭിഭാഷകനും അംഗീകരിച്ചിരുന്നു. വലിയക്കരയിൽ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ടോൾ പിരിവ് വീണ്ടും തുടങ്ങുന്നതിൽ ഹൈക്കോടതി തീരുമാനം ഇന്നുണ്ടായേക്കും. പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചെന്ന് കോടതി നിയോഗിച്ച കമ്മിറ്റി അറിയിച്ചിരുന്നു. സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനം കോടതി സ്വീകരിക്കും. നമുക്ക് സഭാ വാർത്തകളിലേക്ക് തന്നെ ആദ്യം പോകണം. കസ്റ്റഡി മർദ്ദന പരാതികളിൽ സർക്കാരിനെ കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കുന്നംകുളത്തെ ലോക്കപ്പ് മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകി. റോജി M. ജോണാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം ഉയർത്തിയാകും ഭരണപക്ഷത്തിന്റെ പ്രത്യാക്രമണം. രാഹുൽ ഇന്ന് സഭയിൽ എത്തില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അരുണ്, രാഹുലിനെ കാട്ടി പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാനുള്ള ഭരണപക്ഷത്തിന്റെ ശ്രമം രാഹുൽ ഇന്ന് സഭയിലെത്തിയിരുന്നെങ്കിൽ അതൊരു വലിയ ബഹളവും ആരോപണവുമൊക്കെ ആയേനെ. രാഹുൽ എത്തില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്താൻ സാധ്യതയില്ല. ഇന്ന് ഭരണപക്ഷത്തെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നൊരു വിഷയമാണ് പ്രതിപക്ഷം റൂൾ 50 നോട്ടീസായി കൊണ്ടുവരുന്നത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ
അടക്കം സംസ്ഥാനത്ത് പോലീസ് വർധനത്തിന് നിരവധി പരാതികളും ഞെട്ടിക്കുന്ന തെളിവുകളും പുറത്തു വന്നിട്ടും കുറ്റക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇത് വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. റോജി എം ജോണാണ് നോട്ടീസ്, അങ്കമാലി MLA റോജി എം ജോണാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ സർക്കാർ എന്ന ഈ റൂൾ 50 നോട്ടീസിൽ പ്രത്യേക ചർച്ചയ്ക്ക് തയ്യാറായേക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അധികം ആക്രമിക്കാൻ അവരെ പ്രതിരോധത്തിലാക്കാൻ കിട്ടുന്ന വിഷയമായാണ് പ്രതിപക്ഷം ഇത് കാണുന്നത്. അങ്ങനെ ഒരു വിഷയം സഭയിൽ വരുന്ന ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വീണ്ടും എത്തിയാൽ, ഇന്നലെ അദ്ദേഹം എത്തിയത് വളരെ കൃത്യമായ ഒരു സമയത്തായിരുന്നു, കൃത്യമായ ലാൻഡിംഗ് ആയിരുന്നു. ഏറെക്കുറെ ഒരു വിട്ടുനിൽക്കലിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ലാൻഡിംഗ് ആയിരുന്നു ഇന്നലെ സഭയിൽ കണ്ടത്. അദ്ദേഹം എവിടെയെന്ന് പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. മണ്ഡലത്തിലില്ല, മറ്റു പരിപാടികളില്ല, കോൺഗ്രസിന്റെ പരിപാടികൾ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു. അങ്ങനെ MLA എവിടെ എന്ന, പാലക്കാട് MLA എവിടെ ചോദ്യങ്ങൾക്ക് നടുവിലാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത്. നിയമസഭയിൽ ചരമോപചാരം നടക്കുന്ന സമയത്ത് രാഹുൽ എത്തിയതുകൊണ്ട് തന്നെ അവിടെ മറ്റ് അവശബ്ദങ്ങളൊന്നും ഉണ്ടായില്ല, പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല. ആ തിരിച്ചറിവിൽ, ആ ഉപദേശത്തിലൂടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ സഭയിലെത്തി. പക്ഷെ ഇന്ന് സഭയിലെത്തി അതാകില്ല സാഹചര്യവും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന അന്തരീക്ഷവുമൊക്കെ അത് മനസ്സിലാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഒരു കാരണവശാലും സഭയിലെത്തരുതെന്ന നേതൃത്വം കർശന നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അദ്ദേഹം മറ്റു ദിവസങ്ങളിൽ പക്ഷേ എത്തിയേക്കാം. ഏതായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തില്ല. ഭരണപക്ഷമാകട്ടെ ഈ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറെന്നൊരു സമീപനം സ്വീകരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെയുള്ള UDF ഭരണകാലത്ത്, കോൺഗ്രസ് ഭരണകാലത്തൊക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ള കസ്റ്റഡി മർദ്ദനങ്ങളും കസ്റ്റഡി കൊലപാതകങ്ങളും അടക്കം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന് മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് മുഖ്യമന്ത്രിയും ഭരണപക്ഷവും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാമെന്ന ഒരു താല്പര്യം സർക്കാർ അറിയിച്ചേക്കും. തുടരുക ഇപ്പോൾ മന്ത്രി വീണ ജോർജ് സഭയിൽ ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജുകളിലെ നിരവധി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മറുപടി പറയുന്നത്. അതിലേക്ക് അല്പസമയം രൂപ സർ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതിനുശേഷം സർ 2022 മുതൽ 24 വരെ അവിടെ ചെലവഴിച്ചത് 1,12,00,000 രൂപ സർ. അതിനുശേഷമുള്ളത് ഇപ്പോ അവിടെ ഈ വർഷം ഉൾപ്പെടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട് സർ. അതുകൂടാതെ HDSൽ നിന്ന് 31,72,822 സർ. ഇവിടെ കാണേണ്ടത്, ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ മൂത്രാശയ കല്ല് പൊടിക്കുന്നതിനുള്ള ഫ്ലക്സിസ്കോപ്പ് എന്നുള്ള ഉപകരണമാണ് സർ. അത് സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭ്യമാക്കണം എന്നുള്ളതാണ് സർ സർക്കാർ നയം. അല്ലാത്ത രോഗികൾക്ക് HDS വഴി അത് ലഭ്യമാക്കും. അപ്പൊ പുറത്തു വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി സബ്സിഡൈസ്ഡ് റേറ്റിൽ റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് അത് ലഭ്യമാക്കും. ഈ ഉത്തരത്തിന്റെ ആദ്യ ഭാഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് സർ. സ്വകാര്യ മേഖലയിലേക്ക് പോകുമ്പോൾ അത് മാർക്കറ്റ് റേറ്റിലാണ് രോഗികൾ വാങ്ങിക്കേണ്ട സാഹചര്യം ഉള്ളത്. അത് ബില്ലിന്റെ കൂടെയാണ് അവർക്ക് ലഭ്യമാകുക. അപ്പൊ ഇവിടെ സൗജന്യമായി സ്കീമുകളിലൂടെ ലഭ്യമാകുന്നത് ഉറപ്പാക്കുന്നുണ്ട് സർ. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു, രോഗികൾ ഇപ്പോ ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞു സർ. ഇപ്പൊ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടന്നു, പ്രൈവറ്റും സർക്കാരും സർ. സംസ്ഥാനത്തെ 3 മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് സർ. കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർ. 2021 ഈ സർക്കാരിന്റെ ആദ്യ വർഷം സൗജന്യ ചികിത്സ തേടിയവരുടെ ക്ലെയിം 2.5 ലക്ഷമായിരുന്നു സർ. 2024 മാത്രം ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ കണക്കിലെടുത്താൽ 6.5 ലക്ഷം പേർ സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് തേടിയിട്ടുണ്ട് സർ. ഇതാണ് വ്യത്യാസം. അത്രയും പേർക്ക് അതോടൊപ്പം സർ സൗജന്യ ചികിത്സ നൽകുന്നതിന്റെ കണക്കും നമ്മൾ താരതമ്യം ചെയ്താൽ ഈ ഒരു വലിയ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. OPയിൽ എത്തുന്നത് 2015-16 8 കോടി ആയിരുന്നെങ്കിൽ സാർ ഇപ്പോൾ 13 കോടി രജിസ്ട്രേഷൻ ആണ് സാർ ഉണ്ടാകുന്നത്. മൾട്ടിപ്പിൾ എൻട്രി, ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ എൻട്രി. രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല, ജനസംഖ്യ കൂടിയിട്ടില്ല, പിന്നെയോ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നുള്ളത് തന്നെയാണ് സാർ നമുക്ക് കാണാനായിട്ട് കഴിയും. സാർ, ബഹുമാനപ്പെട്ട മന്ത്രി ചെലവഴിച്ച കണക്കുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സർ. കേരളത്തിലെ നമ്മുടെ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സ്കീമുകൾ കിട്ടുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് സർ. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അന്ന് മന്ത്രി പറഞ്ഞ ഒരു മറുപടി, ഞങ്ങളുടെ തകരാറല്ല, സിസ്റ്റത്തിന്റെ തകരാറാണ്. മന്ത്രിയോട് പറഞ്ഞു 1ാം പിണറായി ഗവൺമെന്റ് 2ാം പിണറായി ഗവൺമെന്റ് വന്നു, ഈ ഗവൺമെന്റിന്റെ അവസാന വർഷത്തിലാണ്. ഈ 10 വർഷം കഴിയുമ്പോഴും ഈ സിസ്റ്റത്തിന്റെ തകരാറ് എന്താണെന്ന് ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ? സിസ്റ്റത്തിന്റെ തകരാറ് എന്താണെന്ന് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊന്ന് വിശദമാക്കാൻ കഴിയും. സർ, പത്തനംതിട്ടയിൽ കുമ്പഴയിൽ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ യൂറോളജി വകുപ്പ് മേധാവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള എന്റെ മറുപടിയായിരുന്നു സർ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ അന്ന് പറഞ്ഞു, ഒരു വിദ്യാർത്ഥിക്ക് ശസ്ത്രക്രിയ മുടങ്ങി എന്നത് ആ ഡോക്ടർക്ക് ആ രീതിയിൽ ഫീൽ ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളത് അന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സർ,
ഇതില് ഒരു സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യുപ്മെന്റ് പ്രൊക്യൂർ ചെയ്യാൻ കഴിയില്ല സാർ. ഇപ്പൊ ഈ സഭയിൽ തന്നെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു സാർ. സാർ, ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ പ്രൊസീജിയറിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടവർ അത് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ സൂപ്രണ്ടുമാർക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക മെഡിക്കൽ കോളേജുകൾക്കെതിരെ ഉയർന്ന നിരവധി ആരോപണങ്ങളുണ്ട്. നമുക്കറിയാം, ഡോക്ടർ ഹാരിസ് ഒക്കെ സംസാരിച്ച വിവിധ വിഷയങ്ങൾ കൂടിയുണ്ട്. അത് ഈ സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. തുടർന്ന് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയുകയായിരുന്നു. UDF കാലത്ത് ചെലവഴിച്ച തുകയേക്കാൾ കൂടുതൽ പണം ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ചിലവഴിച്ചു മെഡിക്കൽ കോളേജുകൾക്കായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വികസനത്തിന് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞു ആണ് മന്ത്രി മറുപടിയുമായി രംഗത്ത് വന്നത്. VV അരുൺ തൊടുത്തുണ്ട്. അരുണ, ഇപ്പോൾ ഇതുവരെയുള്ള രീതി അനുസരിച്ച് രാഹുൽ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയില്ല. ഒപ്പം പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടാണ്. ഇത് ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ അരുൺ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം പാലക്കാടാണെന്ന സൂചനകളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭരണപക്ഷത്തിന് ആ വിഷയം പിന്നീട് ഉന്നയിക്കാൻ കഴിയുന്നത് ചർച്ചകളിലാണ്. അതിനപ്പുറത്തേക്ക് ആ വിഷയം ഉയർത്തിക്കാട്ടുള്ള സാധ്യതയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നാൽ പോലും അദ്ദേഹം തടയുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും ശ്രമങ്ങളിലേക്ക് പോകില്ല ഭരണപക്ഷം. പകരം ചർച്ചകളിലും പ്രസംഗങ്ങളിലും ഒക്കെ ഇക്കാര്യം ഉയർത്തിക്കാട്ടും. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ, അതിനോട് പ്രതിപക്ഷം സ്വീകരിച്ച സമീപനം, രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ പോലും തള്ളിക്കൊണ്ട് സഭയിലെത്തിയതിന്റെ കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. ഏതായാലും ഇന്ന് സഭയിൽ ചർച്ചയാകാൻ പോകുന്നത് സർക്കാരിനെതിരായി അടുത്തിടെ ഉയർന്ന ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ, തുടർച്ചയായ സർക്കാർ പ്രതിരോധത്തിലാക്കിയ പോലീസിന്റെ കസ്റ്റഡി മർദ്ദന പരാതികളും അതിനുള്ള തെളിവുകളുമാണ്. ആ വിഷയത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കേരളത്തിന്റെ സമൂഹത്തിൽ വലിയ ചർച്ചയായി മാറിയ ഒരു വിഷയം കൂടിയാണ് കസ്റ്റഡി മർദ്ദനങ്ങൾ. യൂത്ത് കോൺഗ്രസ് നേതാവിൽ തുടങ്ങി പിന്നീട് CPM-ന്റെ പ്രാദേശിക നേതാക്കൾക്ക് പോലും പിണറായി വിജയൻ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസിനെ കൊണ്ട് പൊറുതിമുട്ടി എന്ന തരത്തിലുള്ള വാർത്തകൾ നിരവധി പുറത്തു വന്നിരുന്നു. ഈ വിഷയം പ്രതിപക്ഷം ഇന്ന് സഭയിൽ സർക്കാരിന് ഉന്നയിക്കും. ആ വിഷയത്തിലും മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകണമെന്ന ഒരു നിർദ്ദേശമാണ് ഇന്നലെ ഇടതുമുന്നണിയുടെ നിയമസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. പോലീസിനെതിരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഒരു ക്യാമ്പയിനാക്കി മാറ്റിക്കൊണ്ട് സർക്കാരിനെതിരെ ബോധപൂർവ്വം വിനിയോഗിക്കുകയാണ്. അതിന്റെ സാഹചര്യങ്ങൾ, കാര്യകാരണങ്ങൾ വിശദീകരിച്ചതിന് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ വിഷയം ഇന്ന് റൂൾ 50 നോട്ടീസിൽ ചർച്ചയ്ക്കെടുത്താൽ, സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്താൽ അവിടെയും സർക്കാരിന് വേണ്ടി സംസാരിക്കുന്ന MLA-മാരും ആ വാദങ്ങൾ തന്നെയാകും ഉന്നയിക്കുക. നേരത്തെ UDF-ന്റെ കാലത്ത്, കോൺഗ്രസിന്റെ കെ കരുണാകരന്റെ കാലത്ത് മുതൽ ഇങ്ങോട്ട് അടിയന്തരാവസ്ഥ കാലത്ത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഈ സമീപനത്തിൽ, ലോക്കപ്പ് മർദ്ദന സമീപനത്തിൽ, കസ്റ്റഡി മരണങ്ങളിലൊക്കെ കോൺഗ്രസ് സർക്കാരുകൾ സ്വീകരിച്ച നിലപാടുകൾ ചർച്ച ചെയ്യാനാകും ഭരണപക്ഷം ആഗ്രഹിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള കടുത്ത ആക്രമണ തന്ത്രങ്ങളുമായി തന്നെയാകും ഭരണപക്ഷവും സഭയിലെത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അടിയന്തര പ്രമേയം സർക്കാർ അനുവദിച്ചേക്കാം, അതിന്മേൽ ചർച്ചയുണ്ടായേക്കാം. റോജി എം ജോണാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനിരിക്കുന്നത്. നോട്ടീസ് നൽകിയത് റോജി എം ജോണാണ്. നമുക്കതിൻ്റെ എന്താണ് ഇനിയുള്ള പ്രൊസീജിയർ എന്നുള്ളത് വരും മിനിറ്റുകളിൽ കാത്തിരുന്ന് കാണണം. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തുന്നതിൽ DCC പ്രസിഡന്റ് A തങ്കപ്പനും VK ശ്രീകണ്ഠൻ MPക്കും അതൃപ്തി. എന്നാൽ രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ സംരക്ഷണം ഒരുക്കാനാണ് ഷാഫി പറമ്പിൽ അനുകൂലികളുടെ തീരുമാനം. ശനിയാഴ്ച മണ്ഡലത്തിലെത്തുന്ന രാഹുൽ പൊതുപരിപാടികളിലും പങ്കെടുത്തേക്കുമെന്നാണ് വിവരം. മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്ന് DYFI-യും BJP-യും വ്യക്തമാക്കിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കാൻ സ്ക്രീനിംഗ് സംഗമത്തിൽ 4000 പ്രതിനിധികളെ പങ്കെടുപ്പിക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം. എന്നാൽ ഓൺലൈനായി 4590 പേർ അപേക്ഷിച്ചതിനാലാണ് സ്ക്രീനിംഗ് നടത്തുന്നത്. രജിസ്റ്റർ ചെയ്തവരിൽ തുടർച്ചയായി 3 തവണ ശബരിമല ദർശനം നടത്തിയവർക്ക് മുൻഗണനയുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാന് 5000-ഓളം അപേക്ഷകൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സർക്കാരിനൊരു മുൻഗണനാക്രമവും ഒക്കെ ഉണ്ടാകുമല്ലോ. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇന്നത്തോടെ ഒരു അന്തിമ മുൻഗണന പട്ടിക തയ്യാറാകുമോ? രഞ്ജിത്ത്, 4590 അപേക്ഷകളാണ് ഇതിനോടകം ഓൺലൈനായി ലഭിച്ചത്. ഇതിൽ നിന്ന് 1000 പേരെ ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതിനുള്ള മാനദണ്ഡമായി സർക്കാർ മുമ്പോട്ട് വെക്കുന്നത്
3 തവണ തുടർച്ചയായി ശബരിമല ദർശനം നടത്തിയവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ അംഗങ്ങളുടെ പേരുകൾ ഉറപ്പാക്കുക എന്നൊരു നീക്കമാണ് നടത്തുന്നത്. അതോടൊപ്പം 500 പേരെ നേരിട്ട് ദേവസ്വം ബോർഡ് തന്നെ ക്ഷണിക്കുന്നുണ്ട്. അവർക്ക് കൂടി ഈ 4000 പേർ പങ്കെടുക്കുന്ന സംഗമത്തിൽ കൃത്യമായി പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 4590 നിന്ന് 1000 പേരെ കുറയ്ക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നത്. അതോടൊപ്പം ഈ സ്ക്രീനിങ് കൂടി നടത്തിയതിനു ശേഷമായിരിക്കും അവരെ കൃത്യമായി ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി എത്തിക്കുക. എന്തായാലും ആദ്യം 3500 എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ 4000 പേരിലേക്ക് എത്തിയിരിക്കുന്നത്. ഓൺലൈൻ ആയി അപേക്ഷ നൽകാനുള്ള സമയം പൂർത്തിയായിരിക്കുന്നു. എന്തായാലും ഇനി കൃത്യമായി ആരാണ് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് എന്നതാണ് അറിയാനുള്ളത്. ആകെ 4000 പേർക്കായിരിക്കും ഇനി അവസരമുണ്ടാകുക ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനായി. 4000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആഗോള അയ്യപ്പ സംഗമമാണ്. 20-നാണ് പമ്പയിൽ സംഗമം നടത്തുന്നത്. വലിയ വിപുലമായ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒപ്പം നാളെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഹർജിയും, ആഗോള അയ്യപ്പ സംഗമം നടത്തരുത് എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. കണ്ണൂർ മാടായിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള വാദി ഹുദ സ്കൂളിലേക്ക് ഇന്ന് BJPയുടെ പ്രതിഷേധ മാർച്ച്. സ്കൂളിന്റെ കൈവശമുള്ള 3 ഏക്കർ സ്ഥലം ദേവസ്വം ഭൂമി കയ്യേറിയതാണെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തുന്നത്. BJPയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സ്കൂൾ മാനേജ്മെന്റ് ന്യൂസ് 18നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സുമേഷ് വിവരങ്ങൾ പങ്കുവെക്കും. സുമേഷ് അല്പസമയത്തിനകം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് BJP ഉന്നയിക്കുന്ന ആരോപണമാണ് ഈ സ്കൂളിൻ്റെ സ്ഥലം അത് അവർ കയ്യേറി, ദേവസ്വം ഭൂമി കയ്യേറിയാണ് ഇപ്പോൾ സ്കൂള് നിർമ്മിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്, പരിശോധനകൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വിവരം. സുമേഷ്, ഇന്നിപ്പോൾ MT രമേശാണെന്ന് മനസ്സിലാകുന്നു ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർ പ്രക്ഷോഭങ്ങളാണോ BJP പ്ലാൻ ചെയ്യുന്നത്? രഞ്ജിത്ത്, ഈ വിഷയത്തിൽ BJP ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇന്ന് രാവിലെ 10:30 സ്കൂളിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയാണ് ഈ പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 100 കണക്കിന് ആളുകൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 10:30 പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങി നഗരം ചുറ്റി നേരെ സ്കൂൾ കോമ്പൗണ്ടിലേക്കാണ് ഇത്തരമൊരു പ്രക്ഷോഭം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഏതായാലും കൂടുതൽ ആളുകൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ പോലീസ് സാന്നിധ്യം അവിടെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ദേവസ്വം ഭൂമി ഈ വാദി ഹുദ സ്കൂൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതായത് 3 ഏക്കർ സ്ഥലമായിരുന്നു വാദി ഹുദ സ്കൂളിനുണ്ടായിരുന്നത്. അതിപ്പോൾ 6 ഏക്കറായി മാറി. അതിൽ 3 ഏക്കർ ദേവസ്വം ഭൂമി തട്ടിയെടുത്തു ഭൂമിയാണെന്നാണ് ഇപ്പം BJP ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണത്തെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് തന്നെ വാദി ഹുദ മാനേജ്മെന്റും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് സുമേഷ് മോറാഴ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള വാദി ഹുദ സ്കൂളിലേക്കാണ് ഇന്ന് BJPയുടെ മാർച്ച് നടക്കുന്നത്. CN ഹരിദാസ് ഉണ്ട് BJP നേതാവ്. ശ്രീ ഹരിദാസ്, ഇതിപ്പോൾ ഒരു ആരോപണം എന്നതിനപ്പുറം എന്തെങ്കിലും തെളിവുകൾ ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് BJPക്ക് മുന്നോട്ട് വെക്കാനുണ്ടോ? പ്രതിഷേധത്തിനപ്പുറം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമോ? 100% നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. കാരണം ഞങ്ങളല്ലല്ലോ ഈ ആരോപണം പറഞ്ഞിട്ടുള്ളത്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുള്ളത്? അവിടെ ആ സ്ഥലം കയ്യേറ്റമുണ്ടെന്നും അത് തിരിച്ചു പിടിക്കുമെന്നും ആ റോഡ് അനധികൃതമായി നിർമ്മിച്ചതാണെന്നും ദേവസ്വം ഭൂമിയാണെന്നും ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണ്. പിന്നെ ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വായിലേക്ക് അപ്പം തള്ളിയിട്ടുള്ളത്? പിന്നെ മിണ്ടാത്തത് എന്താണ്? എന്താ നിയമ നടപടിക്ക് മുന്നോട്ട് പോകാത്ത? എന്താ ഗവൺമെന്റ് നടപടി എടുക്കാത്ത? എന്താണ് അവിടെ ഈ ലാൻഡ് അളന്ന് തീട്ടപ്പെടുത്താത്ത? എന്തുകൊണ്ടാ? നിങ്ങൾ എന്തിനാ പുകമറ സൃഷ്ടിക്കുന്നത്? നമ്മളല്ലോ, BJP അല്ലല്ലോ ഭരിക്കുന്നത്. അവിടുത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പഞ്ചായത്ത് ഭരിക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്, അവിടുത്തെ ഈ സംസ്ഥാനം ഭരിക്കുന്നത് ആരാണ്? ദേവസ്വം ഭരിക്കുന്നത് ആരാണ്? എന്താ ഇത്? ഈ ഭരണകർത്താക്കളൊക്കെ ഒരു പാർട്ടിയുടെ കുടക്കീഴിലുള്ള ആളുകളല്ലേ? അപ്പം ദേവസ്വത്തിന് അതിൻ്റെതായിട്ട് ദേവസ്വം എന്തിനാണ്? ക്ഷേത്ര ഭൂമികളും ക്ഷേത്രവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? അപ്പോ ഈ ക്ഷേത്ര സംരക്ഷണവും ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷണവും ആരുടെ കയ്യിലാണ്? ദേവസ്വം എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? ദേവസ്വം ഹിന്ദു സംരക്ഷണ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ദേവസ്വം ആ മൈനറായിരിക്കുന്ന ദൈവത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനല്ലേ ഈ ദേവസ്വത്തിന് ഭരണം ഏൽപ്പിച്ചിട്ടുള്ളത്?
ഈ ക്ഷേത്രങ്ങളൊക്കെ. അപ്പം ഈ ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിക്കേണ്ട കടമയുള്ള ആളുകൾ ഇന്ത്യ ഭരണകർത്താക്കൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അത് തിരിച്ചുപിടിക്കാൻ എന്ത് നടപടി എടുക്കുന്നത്? അപ്പം ഇത്തരം സ്വകാര്യ വ്യക്തികൾ ഇവർ മാത്രമല്ല, കുറെ ആളുകൾ അവിടെ കയ്യേറ്റം നടന്നിട്ടുണ്ട്. ഏകദേശം 600ഓളം ഏക്കറുകൾ ഉണ്ട് എന്ന് പറയുന്ന ഭൂമി ഇപ്പോൾ എത്ര ഏക്കറയാണ് ഉള്ളത്? ഇനി കയ്യേറ്റം ഇല്ല എന്നെങ്കിൽ പിന്നെ എന്തിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ആധികാരികമാണ്. പിന്നെ ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിലക്കിയിട്ടുള്ളത്? ആ നടപടി വിലക്കിയത് ആരാണ് എന്നൊക്കെ പുറത്തു വരട്ടെ. ഞങ്ങൾ സമരവുമായിട്ടും നിയമ പോരാട്ടവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് ഞങ്ങൾ നടത്തും. പൊതുജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താനായി സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ മാർച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകും, സ്വാഭാവികമാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? അല്ല, ഇന്ന് സമാധാനപരമായ മാർച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ആരും ഈ സ്കൂളിൽ പോയി കയ്യേറ്റം ചെയ്യാനൊന്നും പോകുന്നില്ല. ഇത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഇത്തരം കയ്യേറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത്തരം കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കണം ആ ഭൂമി. അതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ, പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ആവശ്യം ന്യായമാണ്. ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത്. അവിടെ ഈ ക്ഷേത്രം, ഞാൻ പറഞ്ഞില്ല, ഈ ക്ഷേത്രത്തിന് മാത്രമെന്നല്ല, എത്രയോ ക്ഷേത്ര ഭൂമികൾ ഇതേപോലെ തന്നെ പല ആളുടെയും കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ നിന്നും ഇതിന്റെ എന്താ പറയണ്ടേ, ഇതിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന ആളുകളുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വില്ലേജ് ഓഫീസർമാർ. പല വില്ലേജ് ഓഫീസർമാരും ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ ഒക്കെ ഭൂമികൾ അവിടെ ഇപ്പം കല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കപ്പണയാണ്, അവിടെ കല്ലാണ്. അപ്പൊ ആ കല്ല് വെട്ടിയെടുക്കുന്നത് 1 രൂപ ആർക്കും കൊടുക്കാതെയാണ്. വില്ലേജ് ഓഫീസർ മേടിക്കുന്നുണ്ട്, ചില എക്സിക്യൂട്ടീവ് ഓഫീസർ പോലെ പൈസ മേടിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാർ പൈസ മേടിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതൊക്കെ അവിടെ പോയതാണ്. അവിടെ ഈ ക്യാമറയായിട്ട് പോകുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ നിങ്ങളടക്കമുള്ള ക്യാമറകൾ വന്നിരുന്നു. ഞാനൊരിക്കൽ അവിടെ ആ രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമിയിൽ ഇപ്പം കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കല്ല് വെട്ടി എത്രയാണ്? കല്ലിന് 58 റുപ്യ 60 രൂപ ഒരു കല്ലിനുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കല്ലാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പം ഈ പൈസ 1 രൂപ പോലും ആർക്കും കൊടുക്കാതെ ആരുടെ ക്ഷേത്രഭൂമി കയ്യേറി കല്ല് വെട്ടുമ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് പോയി അന്വേഷിച്ചപ്പോൾ ക്യാമറയുമായി നിങ്ങളെയൊക്കെയുള്ള പത്രക്കാരുമായിട്ട് പോയപ്പോ എല്ലാ വണ്ടികളും എടുത്ത് ഓടുന്നതാണ്ട്. അവിടെ JCB ഒക്കെ നമ്പർ തുണി കെട്ടി മറിക്കുന്നത് കണ്ടു ഞങ്ങൾ. എല്ലാവരും അവിടെ നിന്ന് നിഷ്പ്രയാസം ഓടിപ്പോയി. എന്തിനാ ഓടിപ്പോന്ന്? അവരെ ഭൂമിയാണ് ഓടിപ്പോണം. എന്നിട്ട് പോലും അതിനുശേഷം ഒരു 3-4 ദിവസം ബ്രേക്ക് വന്നു. അതിനുശേഷം എന്താ ഇപ്പം ആ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുക ക്ഷേത്രഭൂമികളിൽ നിന്ന്. അപ്പൊ ഇത്തരം ക്ഷേത്രങ്ങളുടെ ഭൂമികൾ അന്യാധീനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? അപ്പം ഈ സ്കൂളിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട്. അവിടെ നടന്നത് അതുമാത്രമാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ ഇതേ ചാനലിൽ പറഞ്ഞതാണ്. അവിടെ ഒരു നിയമവിരുദ്ധ പരിപാടി നടത്തി. അതായത് മാടായി പാറയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നേതൃത്വത്തില്. അപ്പോ ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജമാഅത്ത് ഇസ്ലാമിയുടെയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ അവിടുത്തെ പ്രാദേശിക ആളുകൾക്ക് അറിയില്ല ഇത് ക്ഷേത്രഭൂമിയാണ്. ഇവിടെ വന്നിട്ട് ഇത്തരം പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്താൻ പാടില്ല. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു സ്കൂൾ ബസ് കൊണ്ടുവരുന്നു. എന്താ സ്കൂൾ ബസ് പിടിച്ചെടുക്കാത്തത്? അപ്പൊ ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുക. ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും സൂചിപ്പിക്കുകയാണ്, എന്തുകൊണ്ട് പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താൻ ഇത്തരം സംഘടനകൾ മുന്നോട്ട് വന്നിട്ടില്ല? പഹൽഗാമിലെ ഇന്ത്യക്കാരായ 26 ആളുകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയവർക്ക് വേണ്ടിയിട്ട് അവരെ ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ടോ അവർക്ക് അനുഭാവം പ്രകടിപ്പിച്ചോ ഇന്ത്യക്ക് അനുകൂലമായിട്ടോ ഒരു പ്രക്ഷോഭം നടത്താനോ ഒരു പ്രകടനം നടത്താൻ മൗനജാഥ നടത്താൻ ഇവർ തയ്യാറായിട്ടല്ലോ. പാലസ്തീന് വേണ്ടിയിട്ട് ഇവിടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറക്കി ക്ഷേത്രഭൂമിയെ കൊണ്ട് ഇറക്കിയിട്ട് ഈ നടപടിയെടുത്ത് ഈ കുട്ടികളല്ലല്ലോ ഇതിന് ഉത്തരവാദികളായ ആള് മറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ സംഘടനയിൽപ്പെട്ട മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇവരെ കുട്ടികളെ അയച്ചവരുണ്ട്, ഇതിന് ആസൂത്രണം ചെയ്തവരുണ്ട്, ആ ഭൂമിയെ തന്നെ തെരഞ്ഞെടുത്തവരുണ്ട്. ആ തെരഞ്ഞെടുത്ത ആളുകളെ എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ജാമ്യം കിട്ടാത്ത വകുപ്പ് ചേർക്കുന്നില്ല? അപ്പൊ ഇതൊക്കെ ഒരു കള്ളക്കളിയാണ്. വോട്ടിന് വേണ്ടിയിട്ട് ഏത് ഭൂമിയും ഇപ്പൊ എല്ലാവർക്കും ആണ് എന്ന ധാരണ വരുത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നടക്കും. ഇതിനെതിരായി ശബ്ദിക്കാനും പ്രതികരിക്കാനും BJP ഉണ്ടാവും. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം BJP മുന്നോട്ട് പോകും. BJPയുടെ നിലപാട് അതാണ് എന്നുള്ളതാണ്. പക്ഷേ സ്കൂൾ മാനേജ്മെന്റിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ പ്രതികരണം കൂടി നമ്മൾ തേടുന്നുണ്ട്. ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള വാദി ഹുദ സ്കൂളിലേക്കാണ് ഇപ്പോൾ BJPയുടെ പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കുക. സുമേഷ് മൊറാറയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം നമുക്ക് കൂടുതലായി എത്താം എന്നും കരുതുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.
അങ്ങയുടെ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയാം. അങ്ങയുടെ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. അങ്ങയുടെ ഒരു ചോദ്യത്തിനും കൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. പ്ലീസ് അങ്ങയുടെ ഒരു ചോദ്യത്തിനോട് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. യെസ് ഇത് ചോദ്യോത്തരം നമുക്ക് സുഖമായി നടത്തണമല്ലോ. അങ്ങ് ഒരു കാര്യം പറഞ്ഞു. ജോയ് ചോദിച്ച ചോദ്യം, ജോയ് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഇവിടെ ആരെങ്കിലും അദ്ദേഹം പറഞ്ഞില്ല. പ്രതിപക്ഷം ഉന്നയിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ശീലമുണ്ട്, അതെങ്ങനെയാണ് അങ്ങനെ ആവുക, അപ്പൊ അതെങ്ങനെയാ പ്രതിപക്ഷത്തിനെതിരാവുക, അപ്പൊ അങ്ങനെ സംസാരിക്കുക. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങ് എന്തിനാണ് ഇത്ര പ്രൊവോക്ഡ് ആകുന്നത്? അങ്ങ് എന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത്? ഞാനിവിടെ കണക്കുകളാണ് പറഞ്ഞത്. ഞാൻ ആദ്യത്തെ എന്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട MLA മാർ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു, ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു. പിന്നീടുള്ള ഓരോ ചോദ്യത്തിനും ഐ ഹാവ് പ്ലേസ്ഡ് ഡേറ്റ ബിഫോർ ദിസ് അസംബ്ലി സാർ. യു ക്യാൻ ചാലഞ്ച്, അത് ചലഞ്ച് ചെയ്യാം സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇത് ചർച്ച ഇടതുപക്ഷ സർക്കാരും അതുപോലെ അവരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞത് എന്നുള്ളത് ചർച്ച ചെയ്യാം സാർ. ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു സാർ. ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിവെച്ച കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ സാർ. ഞാൻ ഇതിനു മുൻപുള്ള ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും ഞാൻ പലതവണ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട് സാർ. തരണം എന്നുള്ളത് പറഞ്ഞു. ഞാൻ സ്പെഷ്യൽ പരിഗണന നൽകണം. ഞാൻ MP യുടെ പേര് പറയുന്നില്ല സാർ. പക്ഷേ ആ ആരോഗ്യമന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ? ബട്ട് യുവർ MP ഹാസ് നെവർ മെൻഷൻഡ് അബൌട്ട് ഇറ്റ്. then so let me see എന്നാണ് സാർ പറഞ്ഞത്. അപ്പോ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ആക്കുന്ന ഒരു പദ്ധതിയുണ്ട് സാർ. ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജ് ആക്കുന്ന പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സാർ, കേന്ദ്രം ഉൾപ്പെടുത്തിയില്ല. നമ്മൾ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെയും അല്ലാതെയും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് സാർ അവിടുത്തെ ഓരോ ഇഷ്ടികയിലും ഉള്ളത് സാർ. അല്ലാതെ ഒരു നമ്മൾ ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നു. ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു സാർ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തെറ്റാണെങ്കിൽ വി ക്യാൻ ഡിബേറ്റ് സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിൽ സംവാദത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു സാർ. ചോദ്യം നമ്പർ 2 ശ്രീ K. പ്രേംകുമാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ചോദ്യം നമ്പർ 2. Yes, please, Siddiq, please. Yes, please. സർ, എയും ബിയും K-ഫോൺ സേവനം ആരംഭിച്ച് കുറഞ്ഞ കാലയളവിൽ 1,00,000 കണക്ഷനും രാജ്യത്തെവിടെയും ഇന്റർനെറ്റ് കണക്ഷൻ നൽകാനുള്ള ലൈസൻസും എന്ന അഭിമാന നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇന്റർനെറ്റ് സേവനം ഉറപ്പുവരുത്തുന്നതിനായി കൂടുതൽ കണക്ഷനുകൾ നൽകിക്കൊണ്ട് K-ഫോൺ പദ്ധതി മുന്നോട്ട് പോവുകയാണ്. അടുത്ത വർഷത്തോടെ 2,50,000 കണക്ഷൻ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ സേവനം നൽകാൻ K-ഫോണിന് കഴിയുന്നുണ്ട്. സമഗ്രമായ ഒരു ഇന്റർനെറ്റ് ശൃംഖല രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ K-ഫോണിന് സാധിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ഗുണഫലങ്ങൾ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്ന നടപടിയുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകി വരുന്നുണ്ട്. നിലവിൽ 14,194 കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ നൽകിയിട്ടുണ്ട്. കമ്പനികളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് CSR ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആദിവാസി മേഖലയിലെ കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ നൽകി വരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ 103 കുടുംബങ്ങൾക്കും പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ 396 കുടുംബങ്ങൾക്കും ഇപ്രകാരം ഇന്റർനെറ്റ് കണക്ഷൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം 23,355 സർക്കാർ ഓഫീസുകളിൽ K-ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട്. വാണിജ്യ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്ന 79,123 ഫൈബർ ടു ദ ഹോം FTTH കണക്ഷനുകൾ നിലവിൽ നൽകിയിട്ടുണ്ട്.
കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസുകൾക്കുമായി 220 ഇന്റർനെറ്റ് ലീസ് ലൈൻ കണക്ഷനുകളും 265 ബ്രോഡ്ബാൻഡ് കണക്ഷനുകളും നൽകാൻ സാധിച്ചിട്ടുണ്ട്. ആകെ 1,19,910 കണക്ഷനുകളാണ് കെ ഫോൺ ഇതുവരെ നൽകിയിരിക്കുന്നത്. സർ സി KSEB ലിമിറ്റഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധിപ്പിച്ച് ഓൾ ഡയലക്ട്രിക് സെൽഫ് സപ്പോർട്ടിംഗ് കേബിൾ ADSS, ഓപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ OPGW കേബിളുകൾ വഴിയാണ് കെ ഫോൺ ശൃംഖല സ്ഥാപിച്ചിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി ഫോർ നെറ്റ്വർക്ക് ശൃംഖലയും ജില്ലാടിസ്ഥാനത്തിൽ എഗ്രിഗേഷൻ, പ്രീ എഗ്രിഗേഷൻ, സ്പർ എന്നീ ശൃംഖലകളാണ് ഉപയോഗിച്ചു വരുന്നത്. 30,272 കിലോമീറ്റർ ഫൈബർ ഓപ്റ്റിക് കേബിൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൊച്ചി ഇൻഫോ പാർക്കിൽ സജ്ജമാക്കിയ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററാണ് കെ ഫോണിൻ്റെ പ്രധാന കേന്ദ്രം. ഇവിടെ നിന്നും 375 KSEB സബ്സ്റ്റേഷനുകളുള്ള പോയിന്റ് ഓഫ് പ്രസൻസ് കേന്ദ്രങ്ങൾ വഴിയാണ് കേരളത്തിലുടനീളം വിവിധ സ്ഥാപനങ്ങളിലും വീടുകളിലും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് 14 കോർ പോപ്പ് കേന്ദ്രങ്ങളിലേക്കും അവിടെ നിന്ന് 94 റിംഗ് അഗ്രിഗേഷൻ ശൃംഖല വഴി 186 പ്രീ അഗ്രിഗേഷൻ റിംഗ് ശൃംഖലയിലേക്കും അവിടെ നിന്ന് 81 സ്പർ കേബിൾ കണക്ഷൻ കേന്ദ്രങ്ങളിലേക്കും വിന്യസിച്ചിരിക്കുന്ന വിപുലമായ ശൃംഖല വഴിയാണ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നത്. സർ ഡി സെക്രട്ടേറിയറ്റ്, നിയമസഭാ മന്ദിരം, കലക്ട്രേറ്റുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 23,355 സർക്കാർ സ്ഥാപനങ്ങളിൽ കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട്. മറ്റ് പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെ വിവരം അനുബന്ധമായി ഉള്ളടക്കം ചെയ്യുന്നു. സർ ഇ കെ ഫോൺ കണക്ഷൻ ലഭ്യമായ സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങളിൽ തടസ്സമോ വേഗതക്കുറവോ നേരിടാത്ത പക്ഷം കെ ഫോൺ കണക്ഷൻ പ്രാഥമിക കണക്ഷനായി ഉപയോഗിക്കാനും മറ്റ് ഇന്റർനെറ്റ് കണക്ഷനുകൾ വിച്ഛേദിക്കാനും സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാണിജ്യ കണക്ഷൻ നൽകുന്നതിനായി പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സേവനം കെ ഫോൺ ലിമിറ്റഡ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. തിരഞ്ഞെടുത്ത ലാസ്റ്റ് മൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാർ മുഖാന്തരമാണ് പൊതുജനങ്ങൾക്കുള്ള കണക്ഷൻ നൽകുന്നത്. കെ ഫോണിൻ്റെ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി നൽകുന്നതിനായി 3800 ലാസ്റ്റ് മൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരെ LNP പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. സർ എഫ് പൊതുജനങ്ങൾക്ക് കെ ഫോൺ കണക്ഷൻ നൽകുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി എൻ്റെ കെ ഫോൺ മൊബൈൽ ആപ്ലിക്കേഷനും www.kphone.in വെബ്സൈറ്റും പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. കണക്ഷൻ ലഭ്യമാക്കുന്നതിനായി പ്രസ്തുത ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ നൽകാവുന്നതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ ലഭ്യമാക്കാനും ഓൺലൈനായി അപേക്ഷിക്കാനുമുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ കണക്ഷന് അപേക്ഷിക്കാവുന്നതാണ്. ശ്രീ കെ പ്രേംകുമാർ. സർ, ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണല്ലോ സർ കേരളം. വൻകിട കോർപ്പറേറ്റുകൾക്ക് ഈ മേഖല കൊള്ളയടിക്കാൻ വിട്ടു നൽകില്ലെന്ന പ്രഖ്യാപനമായി കെ ഫോൺ പദ്ധതിയെ നമുക്ക് കാണാവുന്നതാണ്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള കെ ഫോൺ വഴി ആദിവാസി ഊരുകളിലും ദ്വീപുകളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും കണക്ഷൻ നൽകിയിട്ടുണ്ടോ? പദ്ധതി വഴി സർക്കാർ ഓഫീസുകളിൽ അല്ലാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കണക്ഷൻ നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്ര കണക്ഷനാണ് നൽകിയിട്ടുള്ളതെന്ന് പറയാം. ബഹുമാനപ്പെട്ട CM. പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ പറഞ്ഞു മറുപടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം.
മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിലേക്കൊന്ന് പോകണം. അവിടെ വീണ്ടും പുലി ഇറങ്ങി. നാട്ടുകാർ ഭീതിയിലാണ്. ഇന്നലെ രാത്രിയിലാണ് വീണ്ടും പുലിയെ കണ്ടത്. പാറയിൽ വിശ്രമിക്കുന്നതും ശേഷം റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. CB അനുമോദ് അവിടെ ചേരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പുതിയ വിവരമെന്ന് പറയുന്നത് അവിടെ പ്രതിഷേധം പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. നാട്ടുകാർ രംഗത്തിറങ്ങി. അവർ റോഡിൽ കുത്തിയിരുന്ന് ഇപ്പോൾ ഉപരോധിക്കുകയാണ്. മണ്ണാർമലയിൽ പെരിന്തൽമണ്ണ മണ്ണാർമല മാട് റോഡ് ഉപരോധിക്കുകയാണ് നാട്ടുകാർ എന്നാണ്. അത് അനുമോദ്, ഇപ്പോൾ ഇവിടെ ഉപരോധം തുടരുകയാണ്. ഒരുപാട് പരാതികൾ നൽകിയിട്ടും ഫലമില്ലാത്തതിനാൽ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? തീർച്ചയായും രഞ്ജിത്ത്, പലവട്ടം പരാതി നൽകി, പലവട്ടം പ്രതിഷേധിച്ചു. വനം വകുപ്പ് മന്ത്രിക്ക് വരെ പരാതി നൽകി. പക്ഷേ എന്നിട്ടും ഒരു കൂട് സ്ഥാപിക്കലല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ കൂടിന് അടുത്ത് നാട്ടുകാർ തന്നെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിലാണ് ആ പുലിയുടെ ദൃശ്യം പലവട്ടം പതിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എങ്ങനെ എന്ത് നടപടി എടുക്കണമെന്ന കാര്യത്തിൽ മാത്രം ഒരു വ്യക്തത കൈവരുന്നില്ല. നാട്ടുകാർ പറയുന്നത് ഇതിൽ ഈ പുലിയെ കണ്ട വിവിധ ഇടങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ഒരേ സമയം തെരച്ചിൽ നടത്തി ഈ ഒരു പുലിയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. പക്ഷേ അതല്ലാതെ കൂട് വെച്ചതുകൊണ്ട് മാത്രം വനം വകുപ്പിന് ഉത്തരവാദിത്തം തീരുന്നില്ല. ആ പുലിയെ മയക്ക് വെടിവെച്ച് പിടികൂടി ഈ ഒരു നാടിന് ഉണ്ടാകുന്ന ഭീതി അകറ്റണമെന്ന ഒരാവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇതുപോലെ പലവട്ടമായി ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. പക്ഷേ ഇതുവരെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുന്ന തരത്തിലേക്ക് റോഡ് ഉപരോധി തരത്തിലേക്കൊന്നും തന്നെ ഇവരുടെ പ്രതിഷേധം നീങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിവൃത്തിയില്ലാതെ അത്തരത്തിലൊരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ ആശങ്ക നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ നിൽക്കുന്ന ഇടത്തിന് തൊട്ടു പിന്നിലാണ് ആ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ CCTV ക്യാമറകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ തന്നെ പ്രതിഷേധം ഈ ഒരു മേഖലയിൽ ഉയരുന്നുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് 2 ദിവസമായി അടുപ്പിച്ച് കാണുന്നു. എന്താണ് നിങ്ങൾ മുന്നോട്ട് ആവശ്യപ്പെടുന്നത്? അതായത് ഈ പുലി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നും ഇന്നലെയായിട്ട് അധികാരികൾ ശ്രദ്ധപ്പെടുത്തിയതല്ല. ഇത് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ സ്വരാജ് റൗണ്ടിൽ കാണുന്ന പുലിയെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഓണാഘോഷ ഭാഗമായിട്ട് കവടിയാർ നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പുലിക്കളിയോ അല്ല. ഇത് നാച്ചുറൽ പുലിയാണ്. ഈ പുലി ഇവിടെ സ്വൈരവ്യവഹാരം ചെയ്തിട്ട് വർഷങ്ങളായി. ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ അടക്കമുള്ള ഈ പ്രദേശത്തുള്ള എല്ലാ ജനപ്രതിനിധികളും ഇതിന്റെ ഹയർ ലെവലിൽ തുടങ്ങി താഴെ തട്ടിൽ തുടങ്ങി ഹയർ ലെവലിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇതിന് നിവേദനം കൊടുത്തിട്ടും അതിന് പുല്ലുവില കൽപ്പിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ കണ്ടു, മിഞ്ഞാന്ന് കണ്ടു. ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയിട്ടും ഇതിന് ആ പുലിയെ പിടിക്കുന്നതുവരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ നിവേദനങ്ങൾക്ക് യാതൊരു നിലവിലും കൽപ്പിക്കാത്ത അധികാരി വർഗത്തിന്റെ ആ ചെയ്തികൾക്കെതിരെയാണ് ഈ സമരം. ഇവിടെ പോലീസ് ഈ റോഡ് ഉപരോധിച്ചവരെ തടയുന്നുണ്ട്. റോഡിലെ ഉപരോധം നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് നീക്കാനുള്ള ശ്രമം നമുക്ക് ഇവിടെ കാണാം. വലിയ തോതിൽ തന്നെ ഈ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയമാണ്. നമുക്കറിയാം മലപ്പുറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് പെരിന്തൽമണ്ണ. അവിടേക്ക് ജോലിക്ക് വരുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ ഈ റോഡിൽ കുടുങ്ങി കിടക്കുന്നത്. അപ്പോൾ റോഡ് ഉപരോധം ജനങ്ങളെ ബാധിക്കുന്നു. വാഹനങ്ങളെ തിരിച്ചുപോകാൻ അനുവദിക്കാൻ പോലീസുകാർ അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ അത് അനുവദിക്കുന്നില്ല. അങ്ങനെ പോലീസും പ്രതിഷേധക്കാരുമായി വാക്കേറ്റം ഉണ്ടാവുകയാണ്. കാരണം ഈ ഒരു നാടിന്റെ ഒരു പ്രശ്നമാണ്. നാട്ടുകാർ നേരിടുന്ന വലിയൊരു വിഷയമാണ്. അതിനോട് വേണ്ട രീതിയിലല്ല അധികൃതർ പെരുമാറുന്നത്, ഇടപെടുന്നത് എന്ന വലിയ ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഒരു പുലിയല്ല, ഒന്നിലധികം പുലികളുണ്ട് ഇവിടെ എന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. പോലീസ് ഇതിനോട് റോഡില് ഒരു വശത്തൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഉപരോധം തുടരുന്ന ഒരു സാഹചര്യം തന്നെയുള്ളത്. കൂടുതൽ പോലീസിനെ ഇറക്കുമോ അതോ പ്രതിഷേധം ഇനി റോഡിൽ കിടന്നുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലേക്ക് ഒരു പ്രതിഷേധം മാറുന്നു. കാരണം ഇത് ആദ്യമായിട്ടല്ല, മാസങ്ങളായിട്ട് ഇതേ വിഷയത്തിൽ പലവട്ടം നമ്മൾ തന്നെ ഓരോ ദിവസവും രാവിലെ പലപ്പോഴും വാർത്തകൾ കാണുന്നത് അല്ലെങ്കിൽ വാർത്ത കൊടുക്കുന്നത് ഈ പുലിയുടെ CCTV ദൃശ്യങ്ങൾ വെച്ചിട്ടുള്ളതാണ്. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇന്നലെയും ഇന്നുമൊക്കെ ഇതേ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ
ജനജീവിതത്തിന്, അവരുടെ സൗകര്യ ജീവിതത്തിന് വലിയ ആശങ്കയായിട്ട് ഈ ഒരു പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു കണ്ടെത്തുന്നു എന്നുള്ളത് വലിയ ആശങ്കയായിട്ട് തന്നെ അവര് ഉന്നയിക്കുകയാണ്. അതിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് റോഡിലെ ഈ ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ച് ആ റോഡ് ഗതാഗതം പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഉപരോധ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധം. പോലീസും കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടെ കൊണ്ടുവന്ന് വാഹന ഗതാഗതത്തിനുള്ള സാഹചര്യം ഒരുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്നാണ് രഞ്ജിത്ത്. പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധം മണ്ണാർമലയിൽ തുടരുന്നു. നാട്ടുകാർ ഏറ്റവും ഒടുവിൽ ഗതികെട്ട് ഒരുപാട് പരാതികൾ നൽകിയിട്ടും തങ്ങളുടെ ജീവന്, തങ്ങളുടെ ജീവികൾക്ക്, തങ്ങൾക്കൊപ്പമുള്ള വളർത്തുമൃഗങ്ങൾക്ക് ഒക്കെ ഭീഷണിയായുള്ള പുലി, അതിനെ പിടിക്കണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ പ്രതിഷേധം ജനകീയ സമരസമിതി നേതൃത്വത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഈ വിവരം അറിഞ്ഞ് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? അനുമോദ്, വന്യജീവി വനം വകുപ്പിന്റെ പ്രതിനിധികളോ ഫോറസ്റ്റിന്റെ ആരെങ്കിലും ഉണ്ടോ അവിടെ? രഞ്ജിത്ത്, ഇതുവരേക്കും വനംവകുപ്പിന്റെ പ്രതിനിധികളൊന്നും എത്തിയിട്ടില്ല എന്നാണ് വനംവകുപ്പിൽ അറിയിച്ചിട്ടുള്ളത്. വനംവകുപ്പിനെ എല്ലാ കാര്യങ്ങളും അപ്പം ഞങ്ങൾ സമയബന്ധിതമായിട്ട് അറിയിക്കുന്നതാണ്. യാതൊരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇനി ഞങ്ങൾ അടങ്ങി നിൽക്കുമല്ലോ നാട്ടുകാർ. ഇത്രയും ഒരു 2 വർഷത്തോളമായിട്ട് ഞങ്ങൾ ക്ഷമിച്ച കാര്യമാണ്. ഇനി ഇതിനൊരു തീരുമാനമാവാതെ ഞങ്ങളുടെ സമരങ്ങൾ ഒരിക്കലും ഞങ്ങൾ പിന്നോട്ട് നിൽക്കില്ല. കൂടുതൽ പുലികളുണ്ടെന്നുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരന്തരം പറയുന്നതാണ്, അത് കൂട്ടിലേക്ക് കയറുന്നില്ല. 4 പ്രാവശ്യമായിട്ട് കൂട് വെച്ചിട്ട് അതിലേക്ക് കയറുന്നില്ല. യാതൊരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. എല്ലാ കാര്യങ്ങളും ജനങ്ങൾ ചെയ്ത് പൊറുതിമുട്ടിക്കൊണ്ട് ഞങ്ങൾ ഈ വണ്ടി മറിയണം. മറ്റുള്ള വന്യജീവികളല്ല, അത് വേറെയുണ്ട്. ഈ പുലി ഇടിച്ചിട്ട് തന്നെ വണ്ടി മറിഞ്ഞിട്ടുണ്ട്, ഇവിടെ മറിഞ്ഞിട്ടുണ്ട്, പട്ടിക്കാട് മറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? നിങ്ങൾ എന്ത് വഴി ഇതിനെ പുലി പിടികൂടാന്ന് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ എപ്പോഴും പറയുന്ന നിരന്തരമായിട്ടൊരു വിഷയമാണ് ഇതിനെ മയക്കുവടി വെക്കുക. മറ്റുള്ള യാതൊരു വല വീശാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ മയക്കുവടി വെക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട്. ഈ പാറം എന്തായാലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ പുലി വന്ന് വിശ്രമിക്കും. ആ സമയത്ത് മയക്കുവടി വെക്കാനുള്ള എല്ലാ സോഴ്സും അവരെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ പിടിച്ചു വിടുന്ന സ്ഥലം മാറ്റാൻ കഴിയും. ഉപരോധം തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം. മാത്രമല്ല, പുലിയെ ഞങ്ങൾ സമയവും സ്ഥലവും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ഇത് അധികാരികൾക്ക് എന്നിട്ട് അവർ കണ്ടു തുറക്കില്ല. ഞങ്ങൾ ഇനി എന്താ ചെയ്യുക? ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് തന്നെ പോകും. കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നിൽ എത്താതെ, അല്ലാതെ ഉറപ്പ് തരാതെ ഞങ്ങൾ ഇത് പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നമല്ല. ഞങ്ങൾ പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചു കൊടുത്താണ് പുലിന്റെ ഭാഗത്തുണ്ടെന്ന്. എല്ലാ ഏരിയകളും കാണിച്ചു കൊടുത്തിട്ടും ഈ DFOയും വനവകുപ്പ് എല്ലാ വിവരവും അറിഞ്ഞിട്ട് പോലും ഇതുമൊക്കെ എന്തുകൊണ്ടാണ് ഇത് തിരിഞ്ഞു നോക്കാത്ത ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിശ്ചിതകാലത്തേക്ക് തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പിനെ പലവട്ടം അറിയിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരേക്കും നിലപാടാണ്. ഇപ്പോഴും വനംവകുപ്പ് രാവിലെ അധികൃതരായി എത്തിയതായിട്ടുള്ള വിവരവുമില്ല. അത്തരത്തിൽ വലിയ ആശങ്ക അവർ പങ്കുവയ്ക്കുന്നു. ഈ ഒരു പ്രതിഷേധവുമായി അവരുടെ റോഡ് ഉപരോധിച്ച പ്രതിഷേധം തുടരുക തന്നെയാണ്. വാഹനങ്ങൾ കടത്തിവിടാനുള്ള നീക്കം പോലീസ് നടത്തുന്നതായിട്ടും കിടന്നുകൊണ്ട് പ്രതിഷേധക്കാർ ഉപരോധം ശക്തമാക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അവർ പറയുന്നത് ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നത് വരേക്കും, അതിനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് വരേക്കും ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ പ്രതിഷേധം തുടരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. രഞ്ജിത്ത്, പ്രതിഷേധം തുടരുകയാണ്. ഒരാഴ്ചക്കിടെ 3 തവണയാണ് ഈ പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. തുടർന്നും നടപടിയില്ലാത്തതിനാൽ ഇപ്പോൾ പ്രതിഷേധമല്ലാതെ നാട്ടുകാർക്ക് മറ്റു മാർഗമില്ലാത്ത അവസ്ഥ കൂടിയാണ്. അനുമോദാണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലം നിലമേൽ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും. വാഹനത്തിന്റെ ഷോക്ക് അബ്സോർബർ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കെട്ടിവെച്ച നിലയിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നീക്കം. ബസ്സിന്റെ മോശം അവസ്ഥയിൽ സ്കൂൾ അധികൃതരോടും വിശദീകരണം തേടും. മോട്ടോർ വാഹന വകുപ്പ് വിശദ പരിശോധന നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ന്യൂട്രോണിൽ ചേർന്നുള്ള 2 ഷോക്കുകളിലോ ഒന്നിൻ്റെ മൗണ്ടിങ്ങിന് അത് പുറത്തോട്ട് ചാടി നിൽക്കുന്നത്, അതൊരു കയർ വെച്ച് കെട്ടിയിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഇതിങ്ങനെ കിടന്ന് അടിക്കുന്നത് കൊണ്ട് അവരത് ചെയ്ത് വെച്ചായിരിക്കും. എന്നാലും അതൊരു പ്രോപ്പർ മെയിൻ്റനൻസ് രീതിയാണ്. ഒരു അലംഭാവം അവരുടെ അതോറിറ്റീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനീഷ്, ഈ സംഭവത്തിന്റെ പശ്ചാത്തലം, ഇതിൽ പൂർണ്ണമായും ഡ്രൈവറുടെ ഒരു പിഴവ് അത് മോട്ടോർ വാഹന വകുപ്പിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, നിലമേൽ സ്കൂൾ ബസ് അപകടത്തിന് കാരണം ബസിന്റെ മോശം അവസ്ഥയാണെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഷോക്ക് അബ്സോർബർ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കെട്ടിവെച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇത് ബോധ്യമാവുകയും ചെയ്തിരുന്നു.
സ്കൂളിന് ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഡ്രൈവറുടെ വിശദമായ മൊഴിയെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട്. കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO AK ദിലീപിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ബസിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം റദ്ദാക്കാനുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് നീങ്ങുന്നുണ്ട്. അപകടത്തിൽപ്പെട്ടത് കിളിമാനൂർ പാപ്പാല ബസ്സായിരുന്നു. 24 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. ഇതിൽ 22 വിദ്യാർത്ഥികളായിരുന്നു. 22 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിരുന്നു. പരിക്ക് ഗുരുതരമല്ലായിരുന്നു. ശരിക്കും ഈ കയറ്റം കയറുന്നതിനിടയിലായിരുന്നു രഞ്ജിത്ത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും പിന്നിലേക്ക് വാഹനം വന്ന് ഒരു താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലായിരുന്നെങ്കിൽ പോലും ഒരു കുട്ടിയെ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ 3 കുട്ടികളെയും ഡ്രൈവറെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും കഴിഞ്ഞ ദിവസം തന്നെ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ എടുത്തു പറയാം, ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ലായിരുന്നു, എന്നാൽ നിസ്സാര പരിക്കുകളായിരുന്നു. അതുപോലെ തന്നെ ഈ കടക്കൽ താലൂക്ക് എസിൽ അടക്കം വിദ്യാർത്ഥികൾ പ്രവേശിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. സംഭവത്തിൽ സ്കൂൾ അധികൃതരോട് ഇപ്പോൾ MVD വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുന്നിൽ ഇന്ന് നേരിട്ട് ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, S വിനീഷ് വിവരങ്ങൾ പങ്കുവച്ചു. കൊല്ലം കൊട്ടാരക്കരയിൽ മറ്റൊരു അപകടം. ടോറസ് ലോറി ഇടിച്ച് ഡ്രൈവർക്ക് പരിക്കുണ്ട്. നിയന്ത്രണം വിട്ട ലോറി കൊട്ടാരക്കര വിജയാസ് ആശുപത്രിയുടെ ഗേറ്റും മതിലും തകർത്താണ് നിന്നത്. ആര്യങ്കാവ് സ്വദേശി 26 വയസ്സുള്ള സൂര്യയ്ക്കാണ് പരിക്കേറ്റത്. ഡ്രൈവിങ്ങിനിടെ ഉറങ്ങിപ്പോയതായിരുന്നു അപകട കാരണം. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റലുമായി കൊല്ലത്തേക്ക് വരികയായിരുന്നു വാഹനം. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. ഞാനിവിടെ കസേരയിലേക്ക് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു 2:45 2:45 പെട്ടെന്ന് എന്തോ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഭയങ്കര സൗണ്ടായിരുന്നു ആദ്യം കേൾക്കുന്നത്. ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേനാണ് ഇത് കാണുന്നത്. ഇപ്പോൾ എന്തോ പറയുന്നു, ഇടിച്ചിന് കയറുമായിരുന്നു. മതിലും ഗേറ്റും തകർന്നു. മതിലും ഗേറ്റും തകർത്തെന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടായതിൻ്റെ പേരിൽ ഇവിടെ നിന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ താഴെ പോയില്ല. ആ സ്പീഡിൽ എപ്പോഴും ആൾക്കാർ കാണുന്നത്. ഇന്നലെ ആ സമയത്തില്ലായിരുന്നു. പക്ഷേ ഒരു 10 മണിക്ക് മുമ്പായിരുന്നു എപ്പോഴും വണ്ടിയും വെള്ളവും ആൾക്കാരും എപ്പോഴും കാണുന്നത്. അപ്പോൾ കാണത്തില്ല. ഡ്രൈവർക്ക് വലിയ ഇതൊന്നുമില്ല. കാലിൻ്റെ ഓൾറെഡി ഫയർഫോഴ്സിനെ അടിച്ച് പോലീസ് വന്നു. കൊട്ടാരക്കരയിലാണ് ഈ അപകടം ഉണ്ടായത്. ടോറസ് ലോറി ആശുപത്രിയുടെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് വ്യക്തമായിട്ടുമുണ്ട്. കോഴിക്കോട് മുക്കത്ത് മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറി യുവാവിന്റെ ആക്രമണം. ഇന്ന് പുലർച്ചെ 2:30 ആയിരുന്നു സംഭവം. മലപ്പുറം കിഴിശ്ശേരി തൃപ്പനച്ചി സ്വദേശി അബൂബക്കർ സദീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്യിൽ കരിങ്കല്ലുമായി സ്റ്റേഷൻ വളപ്പിലേക്ക് വന്ന ഇയാൾ പോലീസ് വാഹനത്തിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇയാൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും സർക്കാർ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. റാപ്പർ വേടനെതിരെ ഗൂഢാലോചനയെന്ന കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. തൃക്കാക്കര ACPക്കാണ് അന്വേഷണ ചുമതല. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, വിവരങ്ങൾ. റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നുണ്ട്. 2 ബലാത്സംഗ കേസിലാണ് ദിവസങ്ങളിൽ വേടൻ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുകയും ഒക്കെ ചെയ്തത്. തുടക്കം മുതൽ തന്നെ വേടനും കുടുംബവും കോടതിയിലടക്കം പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ അടുപ്പിച്ച് ബലാത്സംഗ പരാതികൾ വരുന്നത്. വേടനെ നിശബ്ദനാക്കുവാനുള്ള ഒരു ചില സംഘങ്ങളുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വ്യാജ പരാതികൾ വരുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുകയും ചെയ്തു. ആ പരാതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി DGPക്ക് കൈമാറുകയും DGP തൃക്കാക്കര ACPക്ക് അന്വേഷണ ചുമതല നൽകിക്കൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഒരു അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ആ രീതിയിലേക്ക് ഇനി തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലായിരിക്കും കേസ് അന്വേഷിക്കുക. ഈ മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ പോകുമ്പോൾ പോലും വേടൻ പറഞ്ഞത് തനിക്കെതിരായിട്ടുള്ള ഈ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ചില ആളുകൾ മനഃപൂർവ്വം തന്നെ കുടുക്കുവാൻ വേണ്ടി തന്നെ പാർട്ടിനെതിരെ അല്ലെങ്കിൽ താൻ പറയുന്ന നിലപാടുകൾക്കെതിരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ആ സംഘമാണ് ഇതിന് പിന്നിൽ. അവരെ പുറം ലോകം കൊണ്ടുവരണം, തനിക്കെതിരായിട്ടുള്ള വ്യാജ പരാതികളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാണ് വേടനും ഹൈക്കോടതിയിലടക്കം ചൂണ്ടിക്കാട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം പരാതി നൽകുകയും ഇപ്പോൾ അതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതാണ് സാഹചര്യം. വേടനെതിരെ
വേടന് എൻ്റെ കുടുംബം നൽകിയ പരാതി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സർക്കാർ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടി ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് മുതൽ വിശദമായ വാദം കേൾക്കും. തുടർച്ചയായ 3 ദിവസം വാദം കേൾക്കാനാണ് കോടതിയുടെ തീരുമാനം. വാദം വേഗത്തിലാക്കണമെന്ന SFIയുടെ ആവശ്യം CMRL അഭിഭാഷകരും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇത് കോടതി ഏതാണ്ട് അംഗീകരിച്ച മട്ടാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. പാലിയേക്കരയിൽ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ടോൾ പിരിവ് വീണ്ടും തുടങ്ങുന്നതിൽ ഹൈക്കോടതി തീരുമാനം ഇന്നുണ്ടായേക്കും. പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചുവെന്നാണ് കോടതി നിയോഗിച്ച കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഈ മാസം 20-നാണ് പമ്പയിൽ നടക്കുക. വിപുലമായ ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ ദർശനത്തിന് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഈ മാസം 21 രാത്രിയാണ് നട അടയ്ക്കുക. റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാരയ്ക്ക് സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ്. വൻതാരയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് കണ്ടെത്തൽ. മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും ജസ്റ്റിസുമാരായ പങ്കജ് മിത്തലും പ്രസന്ന ബി വരാലയും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. ഗുജറാത്തിലെ ജാംനഗറിൽ 3000 ഏക്കറിലായി പരന്നുകിടക്കുന്ന റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമാണ് വൻതാര. 2000-ലധികം സ്പീഷീസുകൾക്കും വംശനാശ ഭീഷണി നേരിടുന്ന 1.5 ലക്ഷത്തിലധികം മൃഗങ്ങൾക്കും ആവാസ വ്യവസ്ഥയൊരുക്കുന്ന പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ഇതിനിടയിലാണ് വൻതാരയിലേക്ക് മൃഗങ്ങളെ കൊണ്ടുവരുന്നതിൽ ഉൾപ്പെടെ ക്രമക്കേട് ആരോപിച്ച് അഭിഭാഷകൻ ജയസുഗിൻ സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ജസ്റ്റിസ് ജെ ചെലമേശ്വർ അധ്യക്ഷനായ പ്രത്യേക SIT സംഘത്തെ കോടതി നിയമിച്ചിരുന്നു. ഇവരുടെ കണ്ടെത്തലുകൾ പ്രകാരമാണ് വൻതാരയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്. SIT റിപ്പോർട്ട് പരിശോധിച്ച സുപ്രീം കോടതി ബെഞ്ച് വൻതാര നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി. 1972-ലെ വന്യജീവി നിയമവും മൃഗശാലകൾക്കുള്ള നിയമങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വ്യാപാരത്തിനായുള്ള അന്താരാഷ്ട്ര കൺവെൻഷൻ പ്രകാരമുള്ള നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് പ്രവർത്തനമെന്നും SIT ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച സമർപ്പിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിച്ചത്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വിശദമായ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. ഇതോടെ വൻതാരയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സംശയാതീതമായി തെളിഞ്ഞു. 2024-ൽ ഉദ്ഘാടനം ചെയ്ത പദ്ധതിക്കെതിരെ വന്യജീവികളെ അനധികൃതമായി എത്തിക്കൽ, സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത ആനന്ദ് അംബാനി അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഗാനമേള ട്രൂപ്പ് ആരംഭിക്കാൻ KSRTC. ഇതിനായി ജീവനക്കാരിൽ നിന്ന് എൻട്രി ക്ഷണിച്ചു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് KSRTC സ്വന്തമായി ഗാനമേള ട്രൂപ്പ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇവരിൽ നിന്ന് സെലക്ട് ആയിട്ട് ആളെ വെച്ചിട്ട് KSRTC തന്നെ ഒരു വരുമാനമാർഗ്ഗങ്ങൾ ഒരുപാട് അതെ, ഞങ്ങളത് അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ലാഭമല്ല പ്രതീക്ഷിക്കുന്നത്. KSRTCയുടെ മുഖം, KSRTCക്ക് പബ്ലിക്കിന് മുമ്പിൽ ഒരു മുഖം എന്നുള്ള നിലയിൽ അത്തരത്തിലൊരു ആലോചന എന്റെ മനസ്സിലുണ്ട്. ന്യൂസ് 18-നൊപ്പം ഓണം ആഘോഷിച്ച മന്ത്രി നേരിട്ടാണ് ജീവനക്കാരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞത്. അന്ന് നഗരം ചുറ്റി സിറ്റി റൈഡിലിരുന്ന് ഒരു പ്രഖ്യാപനം നടത്തി. ഇവരെ സ്ഥാപനത്തിനുള്ളിൽ മാത്രം ഒതുക്കില്ല, ഇവരുടെ കഴിവുകൾ ലോകം കാണട്ടെ. അന്നത്തെ പ്രഖ്യാപനം ദാ യാഥാർത്ഥ്യമാകുന്നു. അതെ, ഗാനമേള ട്രൂപ്പ്, ഗാനമേള ജനത്തിനൊപ്പം ഓടാം, ഒപ്പം പാടാം. ട്രൂപ്പിൽ അംഗമാകാൻ KSRTC ജീവനക്കാർക്കൊപ്പം കുടുംബാംഗങ്ങൾക്കും അവസരമുണ്ട്. പാട്ടിലും സംഗീത ഉപകരണങ്ങളിലും പ്രാവീണ്യമുള്ളവർക്ക് അംഗമാകാൻ അപേക്ഷ സമർപ്പിക്കാം. സെപ്റ്റംബർ 29 സമർപ്പിക്കാനുള്ള അവസാന തീയതി. പ്രകടനങ്ങളുടെ വീഡിയോയും അപേക്ഷയോടൊപ്പം നൽകണമെന്ന് നിർദ്ദേശമുണ്ട്. പെണ്ണാളെ കതിരാളും മിഴിയാളെ തമ്പൂര
ഊരാനെത്തിടും മുന്നേ കരിങ്കാരൻ തോര പറിച്ചാട്ടെ തകതക താത്തിനന്തക ചെയ്താര തകതിനന്തക ചെയ്താര. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. 9 മണി വാർത്ത അവസാനിക്കുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി ശ്രീജ ചേരും.